തമിഴ്നാട്ടിലെ സർക്കാർ രൂപീകരണത്തിന് ടി.വി.കെക്ക് പിന്തുണയുമായി സിപിഐ. ടി.വി.കെക്ക് പിന്തുണക്കത്ത് കൈമാറാൻ ധാരണയായി. പിന്തുണ തേടി ചെന്നൈയിലെ സിപിഐ ആസ്ഥാനത്ത് ടി.വി.കെ ജോയിന്റ് ജനറൽ സെക്രട്ടറി എത്തിയിരുന്നു. വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്നും സുജിത് ചേരുന്നുണ്ട്. സുജിത്ത്, അങ്ങനെ സിപിഐയുടെ പിന്തുണ ടി.വി.കെക്ക് തമിഴ്നാട്ടിൽ തന്നെ ഒരു നിർണായക നീക്കം. ഇനി CPIM-ന്റെ തീരുമാനമാകും നിർണായകമാകുക. ഏതാണ്ട് തീരുമാനമായ നിലയാണ്. പിന്തുണക്കത്ത് തയ്യാറായിരിക്കുന്നുവെന്നും അത് ഉടൻ കൈമാറിയേക്കുമെന്നാണ് അറിയുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തമിഴ്നാട്ടിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രതിസന്ധിക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് ഏതാണ്ട് ഒരു അവസാനത്തിലേക്ക് എത്തുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. CPI-യുടെ സംസ്ഥാന ആസ്ഥാനത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. തൊട്ട് മുമ്പുള്ള ബുള്ളറ്റിൽ വരെ CPIM-ന്റെ സംസ്ഥാന ആസ്ഥാനത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. തൊട്ട് മുമ്പുള്ള ബുള്ളറ്റിൽ വരെ CPIM-ന്റെ സംസ്ഥാന ആസ്ഥാനത്ത് നിന്നായിരുന്നു നമ്മൾ വാർത്തകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് CPIM, CPM, CPI സംസ്ഥാന കമ്മിറ്റി ഓഫീസുകൾ, കെട്ടിടങ്ങൾ അടുത്തടുത്ത് തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ CTR നിർമ്മൽകുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. താഴത്തെ നിലയിൽ CPI നേതാക്കളുമായി അദ്ദേഹം സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. M വീരപാണ്ഡ്യൻ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി അടക്കം ഇവിടെയുണ്ട്. അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. CPI-യുടെ 2 MLA-മാർ ടി.വി.കെ പിന്തുണയ്ക്കാൻ ഇന്ന് രാവിലെ മുതൽ ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിൽ തത്വത്തിൽ ധാരണയായതായും ധാരണ കത്ത് തയ്യാറായതുമായാണ് വിവരം. ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ തന്നെ എല്ലാ തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും ദേശീയ മാധ്യമങ്ങളടക്കം തെന്നിന്ത്യൻ മാധ്യമങ്ങൾ എല്ലാവരുടെയും പ്രാതിനിധ്യം ഇവിടെയുണ്ട്. CPI-യുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് ഇപ്പോൾ എത്തി. ഉടൻ തന്നെ ഇവിടെ ഒരു ബ്രീഫിംഗ് നടക്കുമെന്നാണ് കരുതുന്നത്. CTR നിർമ്മൽകുമാറും അതേപോലെ തന്നെ CPI സംസ്ഥാന സെക്രട്ടറി M വീരപാണ്ഡ്യനും ഈ മീറ്റിംഗിൽ പങ്കെടുക്കും, ഈ ബ്രീഫിംഗിൽ പങ്കെടുക്കും എന്ന് നമ്മൾ കരുതുന്നു. ഒരുപക്ഷെ വളരെ സുപ്രധാനമായ പ്രഖ്യാപനമായിരിക്കും അത് ഉണ്ടാകുക. തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ, ഇന്നോളമുള്ള തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതാദ്യമായി ഇടതു കക്ഷികൾ ഭരണത്തിൽ നിർണായക സാന്നിധ്യവും സ്വാധീനവുമാവുകയാണ്. അവരുടെ തീരുമാനം ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുകയാണ്. സംസ്ഥാനം ആര് ഭരിക്കണമെന്നുള്ള തീരുമാനത്തിൽ ഇന്ന് രാവിലെ മുതൽ ചേർന്ന CPI-യുടെയും CPM-ന്റെയും സംസ്ഥാന സമിതി യോഗങ്ങൾ, അതിനുശേഷം ചേർന്ന സംസ്ഥാന കൗൺസിൽ, അതേപോലെ സംസ്ഥാന എക്സിക്യൂട്ടീവ് CPM-ന്റെ ഇതാണ് തീരുമാനം. അതിലാണ് ആ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഈ 2 തീരുമാനങ്ങളും അറിഞ്ഞതിന് ശേഷമായിരിക്കും VCKയുടെ തീരുമാനം വരിക എന്നാണ് അറിയുന്നത്. ഓൺലൈനായി ഈ യോഗം ചേരുമെന്നാണ് VCK സംസ്ഥാന അധ്യക്ഷൻ തോൾ തിരുമാവളവൻ രാവിലെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 3 കക്ഷികൾക്കും കൂടിയുള്ള 6 സീറ്റുകൾ കൂടി ചേർന്നാൽ 119 സീറ്റിലേക്ക് ടി.വി.കെയുടെ അതായത് ഒരു സഖ്യം എന്ന രൂപത്തിലേക്ക്, പൂർണ്ണാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ സഖ്യമല്ലെങ്കിലും അത്തരത്തിലേക്ക് മാറും. 119 എന്നാൽ കേവല ഭൂരിപക്ഷത്തിന് മുകളിലേക്ക് എത്തുകയാണ്. അങ്ങനെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി, മുതലമച്ചറായി വരുന്നു വിജയ് എന്ന് ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. ആ ഒരു തീരുമാനം വരാനിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം, അത് സാങ്കേതികമായി പൂർണ്ണമായി നമുക്ക് പ്രഖ്യാപിക്കാവതല്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഒരുപക്ഷെ അല്പ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ തീരുമാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതുകൂടി കണക്കാക്കിക്കൊണ്ടാണ് ഇന്ന് വൈകിട്ട് ഗവർണറെ കാണാൻ വീണ്ടും ടി.വി.കെ അധ്യക്ഷനും MLA-യുമായ, അല്ലെങ്കിൽ ഇപ്പോൾ 113 സീറ്റ് നേടി 119 ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്ന ആ സംഖ്യയിലേക്ക് എത്തും എന്ന് കരുതുന്ന വിജയ് ഇപ്പോൾ ഗവർണറെ കാണാൻ വേണ്ടി പോകുന്നത്. അതായത് കഴിഞ്ഞ 2 തവണയും ഗവർണർ വിജയുടെ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം തള്ളിക്കളഞ്ഞിരുന്നു. 118 എന്ന സീറ്റ് ആരുടെയൊക്കെ പിന്തുണ എന്ന് എഴുതി തയ്യാറാക്കിയ രേഖ വന്നാലല്ലാതെ അത് അനുവദിക്കില്ല എന്നായിരുന്നു ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ നിലപാട്. അത് പരക്കെ വിമർശിക്കപ്പെട്ടിരുന്നു. ഇത് ഭരണഘടനാ വിരുദ്ധമായ ഒരു നിലപാടാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ എടുക്കുന്നത്. തമിഴ്നാട്ടിലെ സർക്കാർ രൂപീകരണത്തിന് ടി.വി.കെക്ക് പിന്തുണയുമായി CPI രംഗത്തെത്തിയിരിക്കുകയായിരുന്നു. ടി.വി.കെക്ക് പിന്തുണ കത്ത് കൈമാറാൻ ധാരണയായിരിക്കുകയാണ്. സുജിത് ചന്ദ്രനാണ് ചെന്നൈയിൽ നിന്നും വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.